ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു പാൽപുട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് നനച്ച് വയ്ക്കാം. 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നനച്ച് വയ്ക്കാം. അങ്ങനെ ഞാൻ 1 കപ്പ് പുട്ടുപൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് തന്നെ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നമ്മളിപ്പോൾ നനച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3/4 കപ്പ് തേങ്ങയും കൂടെ നമുക്ക് ചിരകിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മളൊരു 2-2.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പാലിനകത്തിൽ വെള്ളത്തിന് പകരം മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് കൂടെ തന്നെ നിങ്ങൾ പഞ്ചസാര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ പാൽപ്പൊടി എല്ലാം അങ്ങ് അലിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ പാൽപ്പൊടിയും ക്യാരറ്റും പഞ്ചസാരയും തേങ്ങായും എല്ലാം കൂടി ചേർത്ത് നമ്മുടെ പുട്ടുപൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ട് ആവി കയറ്റിയെടുക്കാനാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ഒരേ രീതിയിൽ പുട്ട് തയ്യാറാക്കാതെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അറിയിക്കണമേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. പുട്ടുകുറ്റിക്കകത്ത് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടുകുറ്റിയിൽ നമ്മൾ പുട്ടുപൊടി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആവി കയറ്റിയെടുക്കാം. നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ ഈ പുട്ട് കഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് ആവി കയറ്റാനായിട്ട് പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുട്ട് ആവി കയറി വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പുട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.